പ്രിയമുള്ള കൊച്ചു സഹോദരന്മാരെ, ഇവിടെയായി യാത്രയ്ക്കായി ഒരുങ്ങി നിൽക്കുന്ന സഹോദരങ്ങളെ, എനിക്കും ചില കാര്യങ്ങളൊക്കെ അറിയാം. അത് നിങ്ങൾ യാത്രയ്ക്ക് തയ്യാറെടുത്ത് നിൽക്കുന്നവരായത് കാരണം നിങ്ങൾക്ക് അതൊന്ന് മുഴുവൻ കാണുവാനുള്ള സമയം ഇല്ല, എനിക്കും സമയമില്ല. എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇനിയും ചില കാര്യങ്ങൾ എനിക്കറിയാം. നിങ്ങൾക്ക് സമയമില്ല, എനിക്ക് ഒട്ടും സമയമില്ല. മിടുക്കൻ കേട്ടോ, അതാണ് മിടുക്കൻ. ചില കാര്യങ്ങൾ എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് മനസ്സിലാക്കുകയായിരുന്നു. എന്നാൽ പ്രിയ സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇതൊന്നുമല്ല. ഇപ്പോൾ ഒത്തിരി മാജിക്ക് എനിക്കറിയാം, നല്ല രീതിയിൽ എല്ലാ മാജിക്കുകളും ഒത്തിരി അറിയാം. പക്ഷേ മാജിക്കുകൾ അല്പസമയത്തേക്ക് മാത്രമാണ് നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ അത് നിൽക്കുന്നത്. അതിനപ്പുറത്തുണ്ട് ചില കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചു കൊണ്ടുപോകുന്നതായ അനേക സാഹചര്യങ്ങളിൽ കൂടിയാണ് പ്രിയമുള്ളവരെ നാം കടന്നു പോകുന്നത്. ഇന്നിപ്പോഴാണെങ്കിൽ പറയാം, വലിയ പട്ടണങ്ങളിലൊന്നും അങ്ങനെ സംസാരിക്കുവാൻ പോലും പാടില്ലാത്ത ഒരു കാര്യമാണ് മയക്കുമരുന്ന്. ഇന്നെത്രയോ യുവാക്കൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് സുബോധം നഷ്ടപ്പെട്ട് സുബോധമില്ലാത്തവരായി നമ്മൾ സമൂഹത്തിൽ കൂടി ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണോ സങ്കടമാണോ അവരെക്കുറിച്ച് തോന്നുന്നത്. അപ്രകാരം നാം വഴിതെറ്റി പോകാതിരിക്കുവാൻ ഇപ്പോൾ വിദ്യാഭ്യാസം ചെയ്യുന്ന നമ്മൾ കേരളത്തിൽ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. 12 വയസ്സായ ഒരു കൊച്ചു പയ്യൻ പൂർണ്ണമായും അതിന് അടിമയായിപ്പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അതല്ല കാര്യം. മനുഷ്യൻ വഴിതെറ്റി പോകുവാൻ ഈ ലോകം എപ്പോഴും ഒരുങ്ങി നിൽക്കുകയാണ്. ആ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് ഏത് മനുഷ്യൻ വിട്ടുപോകുന്നുവോ ആ മനുഷ്യൻ നശിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. അപ്രകാരം നമ്മൾ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നാം തിരിച്ചറിയേണ്ടതെന്ന് തിരുവെഴുത്ത് നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ കോട്ടയം പട്ടണത്തെ സംബന്ധിച്ച് അനേക ദേവാലയങ്ങൾ ഇവിടെയുണ്ട്, അനേക ദൈവദാസന്മാരുണ്ട്, നല്ല ഉപദേശങ്ങൾ തരുന്നവരുണ്ട്. അവർ ദൈവത്തിൽ ആശ്രയിച്ച് നിന്നുകൊണ്ട് മനുഷ്യനെ നല്ല വഴിക്ക് നയിക്കുകയും അതുപോലെ തന്നെ തളർന്നു വീഴുന്ന അവസ്ഥയിൽ കൂടി അവരുടെ അടുത്തേക്കൊരാശ്രയത്തിനായി കടന്നു ചെല്ലുന്ന മനുഷ്യരെ തീർച്ചയായും അവർ ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ നൽകി അവരെ ബലപ്പെടുത്തി നല്ല ബലമുള്ളവരാക്കി അവരെ പറഞ്ഞയക്കുന്നതുമായ അനേകരിവിടെ കോട്ടയം പട്ടണത്തിലുണ്ട്. എന്നാൽ ഈ പട്ടണത്തിൽ വന്നു നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ അല്പസമയം നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം, നിങ്ങളുടെ ശ്രദ്ധ അല്പസമയത്തേക്ക് മാത്രം ഞാൻ ചോദിക്കുകയാണ്. പ്രിയമുള്ളവർ, തിരുവെഴുത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ, കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരേണ്ടതിന് ദൂരദേശത്തേക്ക് പോയിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും കുലീനന്മാരെ, ധാരാളം കുലീനന്മാരെ നമ്മുടെ സമൂഹത്തിൽ
അനേക കുലീനന്മാർ വരികയും മടങ്ങിപ്പോവുകയും ചെയ്തിരിക്കുന്നു എങ്കിൽ അപ്രകാരമല്ല. യേശു കർത്താവ് എന്ന് പറയുന്ന ആ കുലീനനായ മനുഷ്യൻ ദൂരദേശത്തേക്ക് പോയിരിക്കുന്നത് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുവാൻ വേണ്ടിയാണ്. കാരണം കുലീനന്മാർ രാജാവായി ഇവിടെ വാണെങ്കിൽ മാത്രമേ ഇവിടെ മനുഷ്യന് സമാധാനവും സന്തോഷവും പരസ്പര സ്നേഹവും എന്നും ഉണ്ടാകുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നാം അറിഞ്ഞവരാണ്, അറിഞ്ഞിരിക്കുന്നവരുമാണ്. ആയതിനാൽ കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് തിരിച്ചു വരേണ്ടതിന് പോയിരിക്കുകയാണ്. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ തിരുവഴുത്തിൽ കൂടി ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുലീനനായ മനുഷ്യരാണ് ഇവിടെ രാജാവായി ഭരിക്കേണ്ടത്. അവർക്ക് മാത്രമേ ജനത്തിൻ്റെ വേദനകളെ, ജനത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെയൊക്കെ അറിഞ്ഞുകൊണ്ട് അവരെ നീതിയിലേക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും സർവോപരി സ്നേഹത്തിലേക്കും കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ എന്ന് തിരുവഴുത്ത് വളരെ വ്യക്തമായി കാണിക്കുകയാണ് ഈ വാക്യത്തിൽ കൂടിയെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം പറയുന്നത്, അനേകരുടെ പാപം ചുമന്നുകൊണ്ട് അവൻ പോയി ഇനി അനേകർക്ക് വേണ്ടി, അനേകർ അവനെ കാത്തു നിൽക്കുന്ന അനേകർക്ക് വേണ്ടി തിരിച്ചു വരും. അത് യേശുക്രിസ്തു മാനവരാശിയുടെ മുഴുവൻ പാപവും ചുമന്നുകൊണ്ട് പീലാത്തോസിൻ്റെ അരമനയിൽ നിന്ന് ഗോൽഗോഥ എന്ന സ്ഥലം, ആ തലയോടെടുത്ത് താൻ മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങളെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആയതിനാൽ യേശു വീണ്ടും വരും എന്നുള്ള സൂചനയും അവിടെ നമുക്ക് നൽകുന്നുണ്ട്. ആ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവനോട് കൂടെ നാം എടുക്കപ്പെടണമെങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ജീവിതത്തിലെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതുതന്നെയാണ്. സമാധാനവും സന്തോഷവും സ്നേഹവും പ്രദാനം ചെയ്യുന്ന യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നാം ഒരു വഴിയിലും വീണു പോകുകയില്ല. നാം ഇരുട്ടിൽ കൂടി നടന്ന് നാം നശിച്ചു പോകുകയില്ല. നല്ല പ്രകാശമുള്ളിടത്തു കൂടി മാത്രമേ നാം യാത്ര ചെയ്യുകയുള്ളൂ. നമ്മുടെ തലമുറകൾ യാത്ര ചെയ്യുകയുള്ളൂ. അവർ ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവർക്കും വിതറിക്കൊണ്ടിരിക്കും, വിളമ്പിക്കൊണ്ടിരിക്കും. അവരിൽ വസിക്കുന്നതായ ദൈവത്തിൻ്റെ ആത്മാവോ അവരെവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെയൊക്കെയും അവരോട് കൂടെ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും ഈ ലോകത്ത് അവർ ധാരാളമായി നൽകും എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രിയമുള്ളവരെ തിരുവചനത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. 72-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം എഴുതിയിരിക്കുന്നതാണ്. അത് ശലോമോൻ എന്ന് പറയുന്ന രാജാവ് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ പറ്റി, ക്രിസ്തുവിൻ്റെ വരവിനെ പറ്റിയൊക്കെയും എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. എൻ്റെ 17-ാം അധ്യായം 72-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതായി, അല്ലെങ്കിൽ മനുഷ്യനെ അനുഗ്രഹിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന ചെറു ചാറ്റുമഴ അല്ലെങ്കിൽ പൊടിമഴ പോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. കാരണം ഒരരിഞ്ഞ പുൽപ്പുറത്തേക്കൊരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞെന്നാൽ അവിടെ ഉടനെ കിളിർപ്പുണ്ടാകും, അത് തളുത്ത് വളരുവാനിടയായിത്തീരും. ഇതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ, യേശുവിനെ ഒരു മനുഷ്യൻ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ആ മനുഷ്യനൊരു പുതിയ സൃഷ്ടിയായി തീരുന്നതിനെ നമുക്കിവിടെ കാണുവാൻ കഴിയും. യേശുവിൻ്റെ സ്നേഹമല്ല, യേശുവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയാണ്. അതൊരു ചെറിയ മഴ പെയ്യുന്നത് പോലെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നതെങ്കിലും നാം ഒരു പുതിയ മനുഷ്യരായി വളർന്നു വരികയാണ്. ഇന്നലത്തെ മനുഷ്യനല്ല. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് നരകതുല്യമായ ജീവിതം നയിച്ച് ദൈവത്തിനും സമൂഹത്തിനും കൊള്ളരുതാത്തവരായി ഇവിടം നിന്ന് മറഞ്ഞു പോകുന്നത് പോലെയല്ല. യേശു നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മൾ അവനോട് കൂടെ എടുക്കപ്പെടുമെന്നും നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗീയ ഭവനത്തിൽ നമ്മൾ ദൈവത്തോടു കൂടെ ഒരുമിച്ച് പാർക്കുമെന്നും ദൈവം പറഞ്ഞിരിക്കുന്നു. അതാണ് ആദ്യമായി ഞാൻ പറഞ്ഞത്.
കുലീനനായ ഒരു മനുഷ്യൻ രാജാവായി ഇവിടെ മടങ്ങി വരും. ആ രാജാവിന് മാത്രമേ ഇവിടെ നീതിയോടെ ഭരിക്കുവാൻ കഴിയുകയുള്ളൂ. ആ രാജാവ് ഭരിക്കുമ്പോൾ മാത്രമേ ഇവിടെ സമാധാനവും സന്തോഷവും പരസ്പര സ്നേഹവും എന്നേക്കും നിലനിൽക്കുകയുള്ളൂ. മറ്റാര് ഭരിച്ചെന്നാലും അത് നിലനിൽക്കുകയില്ല എന്നുള്ളത് ഓരോരുത്തരും ഓരോ ദിവസവും അറിയുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഓരോരുത്തരുടെ ആശയങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അവരവരുടെ ആശയങ്ങൾ അനുസരിച്ചാണ് ഇവിടെ അത്തരം ഭരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവിന് ഒരൊറ്റ ആശയം മാത്രമേ ഉള്ളൂ. അതെന്നേക്കും മനുഷ്യൻ സന്തോഷത്തോടെ അവസാനമില്ലാത്ത ആ ജീവിതം ദൈവത്തോടു കൂടെ മാത്രമായിരിക്കണം എന്നുള്ള ആ വലിയ ആശയമാണ് യേശു കർത്താവ് ഈ ലോകത്തിന് തന്നിരിക്കുന്നത്. ആ ആശയം നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ, നാം ആ ദൈവത്തോടു കൂടെ വസിക്കണമെങ്കിൽ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ പ്രിയമുള്ളവരെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും ഒരു പുതിയ സൃഷ്ടിയായിക്കൊണ്ട് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുകയും ചെയ്യണമേ എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ പിന്നെയും പറയുകയാണ്, 72-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പിന്നെയും പറയുന്നു, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന പൊടിമഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും യേശു കർത്താവിൻ്റെ വചനം ഇന്ന് ലോകത്ത് എമ്പാടും എന്നും എപ്പോഴും ഏത് സമയത്തും ഏറ്റവും അധികം പ്രസംഗിക്കുന്നതായ ഏക വിഷയം യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. കാരണം സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ രോഗത്താലും കടഭാരത്താലുമൊക്കെ ഇന്നാരും സഹായിക്കാനില്ലാതെയും ഒരു പ്രത്യാശയുമില്ലാതെ ജീവിക്കുന്ന മനുഷ്യർക്ക് തീർച്ചയായും സമാധാനവും സന്തോഷവും പ്രത്യാശയും അവരുടെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ വചനം നൽകും എന്നുള്ള യാഥാർത്ഥ്യം ഈ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന പൊടിമഴ പോലെ അവരുടെ ഹൃദയത്തിൽ നല്ല സമാധാനവും സന്തോഷവും സ്നേഹവും എപ്പോഴും നിലനിൽക്കും. യേശുവിൻ്റെ സ്നേഹം നമ്മളിൽ കൂടി ഈ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നാം വസിക്കും എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയമുള്ളവർ, അതാണ് സുവിശേഷത്തിൻ്റെ മഹാത്മ്യം. സുവിശേഷം ആര് വിശ്വസിക്കുന്നുവോ അവർ യേശുവിനെ വിശ്വസിക്കുന്നു. യേശുവിനെ ആര് തള്ളിക്കളയുന്നുവോ അവർ സുവിശേഷത്തെ തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. സുവിശേഷം എന്നതോ യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തുവോ സ്നേഹവും സമാധാനവും സന്തോഷവും മാത്രമാണ് പ്രദാനം ചെയ്തിരിക്കുന്നത്, നമ്മളോട് വാക്ക് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വീണ്ടും വരുമ്പോൾ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. നിങ്ങൾ ഒരുങ്ങിയിരുന്നാൽ നിങ്ങളെ ഞാൻ വസിക്കുന്ന ഇടത്തേക്ക് ചേർത്ത് കൊണ്ടുപോകുകയും നമ്മൾ ഒരുമിച്ച് അവിടെ അവസാനമില്ലാത്ത നാളുകളും വസിക്കുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം തിരുവഴുത്തി ലോകത്തെ എപ്പോഴും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് പ്രിയമുള്ളവരെ ഞാനും ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത്. ഒരു കൂലിപ്പണിക്കാരനായിരുന്ന ഞാൻ സർവോപരി എൻ്റെ ജീവിതത്തിൽ യാതൊരു പുരോഗമനവുമില്ലായിരുന്നു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. കാരണം തൊട്ടടുത്ത സ്കൂളുണ്ടായിരുന്നെങ്കിലും സ്കൂളിൽ പോയിട്ടേയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ബൈബിൾ ശരിക്ക് വായിക്കുവാൻ പോലും ഇന്നും എനിക്കറിഞ്ഞുകൂടാ. എനിക്കറിയാൻ മേലാത്ത അക്ഷരങ്ങൾ അനേകം മലയാളത്തിലുണ്ട്. അതൊക്കെ ഞാൻ ഒഴിവാക്കി വിട്ടുകൊണ്ടാണ് പ്രസംഗിക്കുകയും വായിക്കുകയും ചെയ്യുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവും നമുക്ക് ദൈവം ദാനമായി നൽകുവാൻ ആഗ്രഹിക്കുന്നു. നാം ദൈവത്തോട് യാചിക്കുന്നുവെങ്കിൽ, ദൈവത്തോട് അപേക്ഷിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവും നിങ്ങൾക്കാവോളം ലഭിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ ഇപ്പോൾ പരീക്ഷ എടുത്തിരിക്കുന്നു. സകല കുട്ടികളും ഉറക്കളച്ച് പോലും ഇരുന്ന് പഠിക്കുന്ന സമയമാണ്. എൻ്റെ വീട്ടിലുമുണ്ട് 4 കൊച്ചുകുട്ടികൾ. 9 മുതൽ 2 വരെ പഠിക്കുന്ന കുട്ടികൾ. അവരുറക്കമില്ലാതെ ഇരുന്ന് പഠിക്കുവാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല. കാരണം പ്രിയമുള്ളവർ, നമ്മുടെ ചുറ്റുപാടുകൾ അതിനൊന്നും അനുവദനീയമല്ല എന്നുള്ളതാണ് കാരണം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മൊബൈൽ ഫോണാണ്. എനിക്ക് മൊബൈൽ ഫോണിനെ പറ്റി യാതൊരു കാര്യവും അറിയാൻ പാടില്ല. ആരെങ്കിലും എന്നെ വിളിച്ചെന്നാൽ ഞാൻ തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമെന്നല്ലാതെ അതിനപ്പുറത്ത് യാതൊരു കാര്യവും എനിക്ക് ആ ഫോണിനെ പറ്റി അറിഞ്ഞുകൂടാ. ഞാൻ യൂട്യൂബിൽ ചാനലിൽ 6 വർഷമായി നിരന്തരം യേശുക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിക്കുകയും രവി പരസ്യയോഗമെന്നടിച്ചെന്നാൽ അത് ലഭിക്കുകയും ചെയ്യും. അതെൻ്റെ അറിവ് കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല,
അനേകരുടെ സഹായം കൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഒരു പ്രസംഗം, ഒരു വീഡിയോ ഇടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തെന്നാൽ അതോടുകൂടി എൻ്റെ പ്രസംഗം അവിടെ അവസാനിക്കും. പിന്നെ എനിക്ക് യൂട്യൂബിലേക്ക് കടന്നു ചെല്ലുവാനോ ചാനൽ കാണുന്നവർ പിന്നീട് അത് കാണുകയോ ചെയ്യുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ യാതൊരു അറിവുമില്ലെങ്കിലും വിദ്യാഭ്യാസമില്ലെങ്കിലും യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് 21 വർഷമായി എന്നെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനത് കേരളത്തിൻ്റെ എല്ലാ പട്ടണങ്ങളിലും കഴിവുള്ളിടത്തോളം ഗ്രാമങ്ങളിലും കടന്നു ചെന്ന ഈ സമാധാന സുവിശേഷം എൻ്റെ ജീവിതത്തിൽ 72 വയസ്സ് വരെ ആയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിരന്തരം നടന്ന് യേശുവിനെ പ്രസംഗിക്കുന്നു, യേശുവിൻ്റെ സാക്ഷിയായി നിൽക്കുന്നു. യേശു കർത്താവ് എന്നെ കാണിച്ചു തന്ന ആ നല്ല വഴികളിൽ കൂടി ഞാൻ യാത്ര ചെയ്യുകയും മറ്റുള്ളവർ നശിച്ചു പോകാതെ ആ സുവിശേഷം എന്ന ആ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളും നടന്നെടുക്കേണ്ടതില്ല. യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ, യേശുവിനെ നാം വിളിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൽ യേശു വസിക്കുകയും നമ്മുടെ ആവശ്യങ്ങളെ സാധിച്ചു തരികയും ചെയ്യുന്ന ജീവനുള്ള ദൈവമാണ് യേശു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കളയരുത്. നാം എപ്പോൾ മരിക്കും, എത്ര നാൾ വരെ നാം ജീവിച്ചിരിക്കുമെന്ന് ഇവിടെ നിൽക്കുന്ന എനിക്കോ നിങ്ങൾക്കോ പറയുവാൻ കഴിയുകയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സുവർണാവസരമാണ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ നിത്യതയാണ്. അത് ദൈവത്തോടു കൂടെ അവസാനമില്ലാത്ത ആ ജീവിതം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ആരും ഈ 70, 80 എന്ന കാലഘട്ടം കൊണ്ട് അവസാനിപ്പിച്ച് കളയരുതേ. നിത്യവും യേശുവിനോട് കൂടെ വസിക്കുവാനുള്ള ആ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവോ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.